വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിനു ശേഷം നടത്തിയ റോഡ് ഷോയുടെ ആവേശം തീരും മുമ്പ് വീണ്ടും കേരളത്തിലേക്ക് വരാൻ ഒരുങ്ങുകയാണ് രാഹുൽ ഗാന്ധി. വിഷുദിനത്തിൽ രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്തെത്തും. ഇതിനു പിന്നാലെ 20, 21 തീയതികളിലായി പ്രിയങ്ക ഗാന്ധിയും കേരളത്തിലേക്ക് വരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ നേതാക്കളായ ജ്യോതിരാദിത്യ സിന്ധ്യ, സച്ചിൻ പൈലറ്റ്, നവജോത് സിംഗ് സിദ്ധു, ഖുഷ്ബു, ഗുലാം നബി ആസാദ് തുടങ്ങിയവരും വയനാട്ടിലേക്ക് എത്തുന്നുണ്ട്. ഏപ്രിൽ 15-ന് രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് തങ്ങിയതിനു ശേഷം പിറ്റേ ദിവസം രാവിലെ പത്തനാപുരത്തെത്തും. പിന്നീട് പത്തനംതിട്ടയിലും വൈകിട്ടോടെ ആലപ്പുഴയിലേക്കും അവിടെ നിന്ന് കണ്ണൂരിലേക്കും തിരിക്കും. ഏപ്രിൽ 17-ന് സ്വന്തം മണ്ഡലമായ വയനാട്ടിൽ കൽപ്പറ്റ നിയമസഭാ മണ്ഡലത്തിൽ റോഡ് ഷോ സംഘടിപ്പിച്ചിട്ടുണ്ട്. മലപ്പുറത്തെ 3 മണ്ഡലങ്ങളിലും തിരുവമ്പാടിയിലും രാഹുലിനെ പങ്കെടുപ്പിച്ച് പൊതുയോഗം നടത്താനാണ് പദ്ധതി. പിതാവ് രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്ത പാപനാശിനിക്കടുത്തുള്ള തിരുനെല്ലി ക്ഷേത്രം സന്ദർശിക്കും. രാഹുൽ ഗാന്ധിയെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് പ്രവർത്തകരും നേതാക്കളും. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രചരണം നടത്താൻ പ്രത്യേക സംഘം തന്നെ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ പ്രചരണവും ശക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസിനും രാഹുലിനും എതിരെ വരുന്ന വാർത്തകൾ നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനും പ്രത്യേക സോഷ്യൽ മീഡിയ വാർ റൂം തന്നെ മുക്കത്ത് കോൺഗ്രസ് തയ്യാറാക്കിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ മാധ്യമ വിഭാഗം മേധാവി ദിവ്യ സ്പന്ദനയുടെ നേതൃത്വത്തിലാണ് സോഷ്യൽ മീഡിയ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. അമേഠി രാഹുലിനെ കൈവിടുമെന്ന് പേടിച്ച് കേരളത്തിലേക്ക് വന്നതാണ് എന്ന പ്രചരണത്തെ ചെറുക്കാൻ അമേഠിയിൽ രാഹുൽ ഗാന്ധി നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ വീഡിയോ പ്രത്യേകം തയ്യാറാക്കി കോൺഗ്രസ് നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.